എന്റെ മകൻ വരുമെന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. റോക്കി ഭായിയുടെ അമ്മയാണ് വന്നിരിക്കുന്നത്. മകനെ കാണാൻ വേണ്ടി വന്നാണല്ലേ. അദ്ദേഹത്തിനെ നമ്മൾ വെൽക്കം ചെയ്തു. നമുക്ക് ഒന്നുകൂടി വെൽക്കം ചെയ്യാം. ചിലപ്പോൾ റോക്കി ഭായ് വരുമായിരിക്കും. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം റോക്കി ഭായ്. അമ്മേ, അമ്മേ, എന്താടാ? ഈ ലോകത്തിലുള്ള മുഴുവൻ സ്വർണവും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ട് വെക്കും ഞാൻ. അതിന് നീ ഇത്ര മസിൽ പിടിക്കുന്ന എന്തിനാടാ? മോളെ, ഇതെന്നതാന്നറിയാവോ? എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് എനിക്ക് മേടിച്ചു തന്ന മാല ഇവൻ കൊണ്ടുപോയി പണയം വെച്ചതിന്റെ രസീതാ. നീ ഒന്നുകിൽ ഇത് ഉടനെ എനിക്ക് എടുത്തു തരിക, അല്ലെങ്കിൽ ഇതിന്റെ പലിശയെങ്കിലും അടച്ചിട്ട് നീ ഈ ലോകത്തുള്ള സ്വർണം മൊത്തം കാക്കീഴി കൊണ്ട് വെക്കുകയോ തലക്കീഴി കൊണ്ട് വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. തന്താനെ താനേ തന്താനെ താനേ. അയലും വീടിന്റെ മ്യൂസിക് കിട്ടൊന്നുമല്ല, നിന്റെ അമ്മയ്ക്ക് വിളിച്ചത് എന്റെ മാല പണയം വെച്ചേന്. നീ എങ്ങനെ ജീവിക്കുന്നുവെന്ന് എനിക്കറിയണ്ട, പക്ഷെ നീ മരിക്കുമ്പോ ഒരു പണക്കാരനായി തന്നെ മരിക്കണം. അതായിരുന്നു നിന്റെ അച്ഛന്റെയും ആഗ്രഹം. അല്ല, അച്ഛനും പണക്കാരനായിരുന്നു. അങ്ങനെയായിരുന്നു അങ്ങേരുടെ ആഗ്രഹം. ഞാൻ അത് ഓർക്കുകയും ചെയ്തു. പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പം കുഴിച്ച് നമ്മുടെ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലായിരുന്നു. ഈ അടുപ്പിന്റെ ഇടയിൽ തുള വെച്ചിട്ട് ഞാൻ അകത്ത് കയറ്റി വെച്ച് ഇങ്ങനെ ചെളി വെച്ച് പുടക്കാൻ അടച്ചിടുമായിരുന്നു. പിന്നെ എന്ത് കറി വെച്ചാലും ഗ്രിൽഡ് ചിക്കന്റെ സ്മെല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് തന്നേക്കണേ, ഇതൊന്നും കൊടുത്തേക്കണേ. വെറുതെ എന്തിനാ മേടിച്ചു കൂട്ടണേ? ദൈവമേ, ഇത് റോക്കി ഭായ് ആണോ അതോ സുബ്രഹ്മണ്യപുരത്തിലെ നായകനാണോ? അല്ലല്ല, റോക്കി റോക്കി റോക്കി, ഞാൻ റോക്കിയാണ്, റോക്കി. ഞാൻ വന്നിട്ട് എത്ര നേരമായി? നീ ഇതുവരെ എവിടെയായിരുന്നു? നിനക്ക് വിളിക്കുമ്പോൾ തന്നെ ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങടത്താം. എനിക്കൊരു പണിയില്ല, പക്ഷെ എനിക്ക് ഒത്തിരി പണിയുണ്ട്. ഇതെല്ലാം വലിച്ചു കയറ്റി ഇടണം, മുടി പിന്നണം, ചുരുട്ടെടുത്ത് വിരലിന്റെ അടിയിൽ പിടിക്കണം. ഇതെല്ലാം കഴിയുമ്പോൾ സമയം നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാലും നീ കാണിച്ചത് മഹാ ബോറായി പോയി റോക്കി. ഇതെന്താ കാട്ടുമോയലോ? എന്താണ് സംഭവം മനസ്സിലായത്? റോട്ടിൽ നിന്ന് കഞ്ചാവ് വലിക്കാതെ. റോക്കി, എന്റെ പാൻറ്റിൽ ഒളിയിട്ടിരിക്കണ ജാക്കി ഒന്ന് ശ്രദ്ധിക്കുക. അതുകൂടി ജനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തന്നെ ജോക്കി ബായ് എന്ന് വിളിക്കും. റോക്കി ബായ്, എന്തിനാ ഇത്രയും വലിയ തോക്കൊക്കെ? ഇത്രയും വലിയ തോക്കിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഒരു മിനിറ്റിൽ 1000 തിരകൾ ഓടുന്ന തോക്കാണിത്. എന്നിട്ട് ആ തിരകൾ ഓടിക്കഴിയുമ്പോൾ ഇവിടെ പഴുക്കും. അവിടെ വെച്ച് ഞാൻ സിസുർ കൊത്തി വലിക്കും. അതിനു വേണ്ടി മാത്രം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന തോക്ക്, അത് സിസുർ കത്തിക്കാൻ വേണ്ടി മാത്രം. റോക്കി ഭായ്, നിങ്ങളുടെ സിനിമയിൽ ഓരോ ഡയലോഗ് എന്ത് സൂപ്പർ ഹിറ്റാണ്. എന്താണ് എന്താ രഹസ്യം? രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ പറയരുത്. സ്പീഡിൽ പറഞ്ഞതിന് പഞ്ച് കിട്ടില്ല. ഈ ചില സമയത്ത് ഈ സാധനം വളർത്തി എന്ന് പറഞ്ഞ പറയണവർ പറയും, പക്ഷെ അതിന് പഞ്ച് കിട്ടില്ല. അത് പറയണമെങ്കിൽ അത് വലിച്ചു പറയണം. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു സിനിമയിലെ ഡയലോഗ് ആണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിലെ ഡയലോഗ് എന്ന് പറഞ്ഞു, നീ വലിയവനാണെന്ന് കരുതി ഞാൻ ചെറിയവനാണെന്ന് കരുതിയില്ല. മുകളിൽ കൂടി പറക്കുന്ന പക്ഷിയെ ഏടി വെച്ച് വെടി വീഴ്ത്താൻ ശ്രമിക്കരുത്, പണിപ്പാളും. ഈ ഡയലോഗ് പറഞ്ഞപ്പോ എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. നീ വലിയവനാണെന്ന് കരുതി ഞാൻ ചെറിയനാണെന്നില്ല. മേളീക്കളെ പറന്നു പോകുന്ന പക്ഷിയെ ഏണി വെച്ച് പിടിക്കാൻ നോക്കരുത്, പണി പാളും. ശ്വേതാമേനോൻ, എന്റെ കൂടെ നിങ്ങൾ ഇറങ്ങി വന്നാൽ നിങ്ങളെ ഞാൻ രാജകുമാരിയാക്കാം. ഞാൻ വരുന്നില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഗോപികേ, നീ എന്റെ കൂടെ ഇറങ്ങി വരികയാണെങ്കിൽ നിന്നെ ഞാൻ രാജകുമാരിയാക്കാം. വരുന്നില്ലെങ്കിലോ? രാജകുമാരി ആവൂല, അവിടെ തന്നെ ഇരിക്കും. പോയി നോക്കാം, ചിലപ്പോ രാജകുമാരി ആയാലോ അല്ലേ? നോക്ക് എന്താ സംഭവം.
രാജകുമാരി ആക്കാതെ പറഞ്ഞിട്ട് ഇങ്ങനെ കോപ്രായം കാണിക്കുന്നല്ലേ ഉള്ളൂ. എങ്ങനെ അഭിപ്രായോ? ഞാൻ ഉഗ്ര സിനിമ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു ഇവിടെ. രാജകുമാരിയായിട്ട് അതും ഇല്ലേ? കണ്ണമ്മ, പപ്പടം പറന്നു പോകാതെ ശ്രദ്ധിക്കുക. ചൂട് മാറി, കുഴപ്പമില്ല. എടാ പതുക്കെ വിക്കൊക്കെ തെറിച്ചു പോകും. വേണ്ടായിരുന്നു കേട്ടോ, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം, സാരല്ല. താങ്ക് യു. രാജകുമാരി ആവണ്ട. ഇല്ല വേണ്ട, താങ്ക് യു. റോക്കി, നിന്നെ കാണാൻ റമി കാസൻ വരുന്നു. മാതേസനാണ്. എടാ പ്രധാനമന്ത്രി, റോക്കി ഭായ്, എനിക്കുണ്ട് പടക്കങ്ങൾ. പടക്കോ? എന്നാൽ രണ്ടെണ്ണം എനിക്ക് തേട്ടെ, വിഷുവിന് ഇത് തികഞ്ഞില്ല. റോക്കി ഭായ്, എന്തോ? എനിക്കുമുണ്ട് പടകൾ. നിന്നെ ഞാൻ അടിച്ചമർത്തും. നിന്റെ സാമ്രാജ്യം ഞാൻ പിടിച്ചമർത്തും. മുഴുവൻ ഞാൻ കൈക്കലാക്കും. മുഴുവനും? ശരിക്കോളം പോലെ വായിക്കാതെ. ഇല്ല, മൊത്തം. മുട്ടസൂചിയുടെ തുമ്പ് പോലും പോലത്തെ. ഇല്ല, മൊത്തം. നീ അന്ന് സൈൻ ചെയ്യണം. സൈൻ ചെയ്യണം. നീ സൈൻ ചെയ്യാത്തതുകൊണ്ട് തിരമാലകൾ അടിക്കുന്നേ ഇല്ല. അതിനെന്തിനാ ഇവൻ സൈൻ ചെയ്യുന്നത്? കേട്ടിട്ടില്ലേ, തിരകൾക്ക് തീരങ്ങളെ പുൽകണമെങ്കിൽ റോക്കി ഭായിയുടെ സമ്മതം വേണം. അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ട്. കൊണ്ടുവരൂ. സൈൻ ചെയ്യൂ. നോക്കട്ടെ. സ്വാർത്ഥതയുടെ പുറകെ ഓടുകയാണെന്ന് ഈ ലോകം. 8 ഷൂ പോളിഷ് ചെയ്താലാണ് എനിക്കൊരു ബണ്ണ് കിട്ടിയിരുന്നത്. എന്നാൽ ഈ ബണ്ണ് ഇന്ന് ഞാൻ എടുക്കുക, എൻ്റെ സെൻറ്ററിൽ ഇരിക്കണ മുന്തിരി ഞാൻ തിന്നുകയും ചെയ്യും. റോക്കിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. റോക്കി എങ്ങനെയാണ് ബോസ് ആയത്? ചിരിക്കാനല്ല പറഞ്ഞത്. അതായത് നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ചാടിക്കേറി നമ്മൾ ഒന്നും ചെയ്യരുത്. ആലോചിക്കണം. ആലോചിച്ച് തീരുമാനം എടുത്തതിന് ശേഷമേ അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഞാനൊരു ബോസ് ആയത്. എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും ഒരുത്തനെ തല്ലി ഗുണ്ടയായനല്ല ഞാൻ തല്ലിയവരെല്ലാം ഗുണ്ടകളായിരുന്നു. മ്യൂസിക് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് നോക്കുള്ളൂ. അങ്ങനെ ഒരു സാധനമുണ്ട്, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ ഒന്ന് ചീത്ത വിളിച്ചേ. പബ്ലിക്കായിട്ട് വിളിക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, ഇവർ എഡിറ്റ് ചെയ്ത് മാറ്റിക്കോളൂ. വേണ്ടേ, രഹസ്യമായിട്ട്. അത് പക്രു ചേട്ടാ എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാ. എടാ റോക്കി, നീ പോടാ. നീ എവിടെ നിന്നും പോടാ. മതിയോ? കണ്ട, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഫീല് വന്നോ? ഒരു ഫീലും ഇല്ല. ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. ഞാൻ പ്രതികരിക്കില്ല. അതെന്താ? ഞാനുണ്ടല്ലോ ഇതിങ്ങനെ ഇരുന്ന് ആലോചിച്ച് മനസ്സിലിട്ട് കൊഴിപ്പിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കുള്ളൂ. അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് നമ്മളൊരു ബോസായി മാറുന്നത്. ചേച്ചി എന്നെ 3-4 പച്ച ചീത്ത എന്ന് വിളിച്ചേ. तेरी माँ का എന്നെ മാക്കാൻ साका नाका എന്റെ അമ്മേ, कमीने तेरी तो ऐसी की तैसी तू എടാ, ഇത് तू നിനക്ക് तू 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 അതായത് സംഭവം എന്താ, മണിച്ചിരത്താഴിന്റെ ഹിന്ദിയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ഇത്രയും വലിയൊരു ചീത്ത പറഞ്ഞിട്ടും എന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ജാളിത വന്നോ? എന്തെങ്കിലും തന്നെയാണ് നിങ്ങളുടെ ഈ മുഖത്തുള്ള ഭാവം. അതെ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പിന്നെ ബോസ് ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ചേച്ചി എന്നൊന്നും ചീത്ത വിളിച്ചേ. ഞാനോ? ഞാനിവിടുത്തെ പ്രൈം മിനിസ്റ്ററാ. ഞാൻ എങ്ങനെ ചീത്ത വിളിക്കും? ഇന്നോടെ ചീത്ത വിളിച്ചിട്ടില്ലേ? ഞാൻ ഇന്ന് വരെ ആരെയും ചീത്ത വിളിച്ചില്ല. ഞാനൊരു തറവാടി പറഞ്ഞ ഒരു തറവാടി സ്ത്രീയാണ്. ചീത്ത അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചീത്ത പറഞ്ഞിട്ടേ ഇല്ല. ലൈഫിൽ ഇന്ന് വരെ ഞാൻ ഒരു തെറിയും പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് തറവാടിയാണ്. ഞാൻ പറയില്ല. ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ പറയില്ല. ഞാൻ ഈ ബോസ് ആവണത് എങ്ങനെയാന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിന്നോടല്ലേ ഞാൻ പറയത്തില്ലെന്ന്. മാങ്ങാത്തലയാ, എത്ര വന്നേക്കുന്ന തെറിയാക്കണോന്നെ പുളിച്ചത് ഞാൻ വിളിച്ച് പറയാം. വന്നേക്കുന്നു
നീ ആ കോഴിക്കച്ചന്തയിലോ കാക്കനാടി ചന്തയിലോ ആ കല്ലുമല ചന്തയിലോ ഒന്ന് തിരക്കി നോക്കണം ഞാൻ ആരാണെന്ന് അറിയാക്കണമെന്ന്. തറവാടിയാന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ തറവായാടി ആയിരുന്നു എന്ന് എനിക്ക് അറിയാൻ പാടായിരുന്നു ചേച്ചി.